ഞാൻ പലപ്പോഴും ഇത് വിട്ടാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഇത് എന്നുവെച്ചാൽ നമുക്ക് പടങ്ങൾ വരുന്നില്ല, നമ്മൾ ഒത്തിരി ചോദിക്കുന്നുണ്ട്, ഞാൻ ഓഡിഷൻ കോൾസ് കാണുമ്പോൾ അയക്കുന്നുണ്ട്. നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഇൻകം വരുന്നില്ല. ആൻറ്റിമാര്, അമ്മായിമാര് അവരൊക്കെ ആദ്യമേ ഞാൻ സിനിമയിലോട്ട് പോകുന്നപ്പോൾ പെൺകുട്ടികൾ സിനിമയിലോട്ട് പോകണ്ട, എന്തിനായി പോകുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അതിന്റെ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇന്ന് സിനിമയിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും കാലത്തെ ജേർണി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ശീതളിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ബ്ലെസ്ഡ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ. നമ്മൾ കുറച്ച് ഇന്റലക്ച്വൽ ആകുന്നുണ്ടോ? ഇല്ലില്ല. ഈ ജയ ജയയിലാണെങ്കിലും എബ്രഹാം ഓസ്ലറിലാണെങ്കിലും വാഴയിലാണെങ്കിലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പർട്ടിക്കുലർ ആയിരുന്നു അല്ല ഞാൻ ചോദിച്ചത്. എനിക്കങ്ങനെ തിരഞ്ഞെടുക്കാനും മാത്രമുള്ള സാധനങ്ങളൊന്നും വരുന്നില്ല. വരുന്ന പ്രോജക്ട്സ് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ജയഹേ മാത്രമാണ് സത്യം പറഞ്ഞ ഒരു ഇച്ചിരിയെങ്കിലും ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഓസ്ലർ ആയാലും വാഴ ആയാലും ഒക്കെ കൊച്ചു ക്യാരക്ടേഴ്സാണ്. ബേസിലുമായിട്ടുള്ള ഈ ഒരു വർക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട്? ബേസിലായിട്ട് ഭയങ്കര ഫണ്ണാണ്. സെറ്റിലായിരുന്നെങ്കിലും ഈ പുള്ളി ഇങ്ങനെ ഓടി നടന്ന് എല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് മൊത്തത്തിൽ ആ സെറ്റില്. എല്ലാവരും എത്തിപ്പെടാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. എത്തിപ്പെട്ടാലും സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ വാഴയിലൊക്കെ ഞാനൊരു ഒറ്റ സീനാണ്, ടീച്ചറിന്റെ സീനാണ്. പക്ഷെ എന്നോട് ആൾക്കാർ വന്നിട്ട് വാഴയിലെ ടീച്ചറല്ലേ അത് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടും. എനിക്ക് ലൈഫിൽ എന്ത് ബാഡ് സംഭവം സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കാറുണ്ട് ഇറ്റ് ഹാപ്പൻഡ് ഫോർ എ റീസൺ. സെറ്റാവും, ലൈഫ് സെറ്റാവും. കണ്ടോ, എല്ലാവരും അഭിലാഷവും പോയി കാണണം. ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയാൻ പറ്റിയൊരു സിനിമയാണ്. ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒരുപാട് വെബ് സീരീസുകൾ ചെയ്തു. പിന്നെ മെയിൻ സ്ട്രീമിൽ എത്തിയതിനു ശേഷം ഈ ജയ ജയ ജയഹേ, പിന്നെ എബ്രഹാം ഓസ്ലർ, വാഴ ആൻഡ് ഫൈനലി അഭിലാഷം. ഈ സിനിമാ വിശേഷങ്ങളിലോട്ട് നമുക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അറിയേണ്ടത് ശീതൾ എന്ന് പറയുന്ന ഈ വ്യക്തി സിനിമ ഒരു പ്രൊഫഷനാക്കി എടുക്കാം അല്ലെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി എപ്പോഴാണ് എനിക്ക് സിനിമയിലോട്ട് കയറണം തോന്നിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പനും അമ്മയും ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ സ്ഥിരം ചെറുപ്പം തൊട്ടേ സിനിമയ്ക്ക് പോകുമായിരുന്നു. തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പം സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ കയറിയ സമയത്താണ് എനിക്ക് സിനിമയിൽ കയറണം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള മോഹങ്ങൾ വന്നു തുടങ്ങിയത് കോളേജ് കയറിയതിന് ശേഷമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അഭിനയത്തോടൊരു ഇഷ്ടം തോന്നിയെന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് കോളേജിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? എവിടെയാണ്? അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ശരിക്കും? ഞാൻ കോളേജ് കഴിഞ്ഞിട്ടാണ് ശരിക്കും അഭിനയത്തിലോട്ട് ഇറങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ചെയ്യുന്നത് ട്രാൻസാണ്. ട്രാൻസിൽ ഫഹദിക്കയുടെ കൂടെയാണ് സീനെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് പാസിങ് സീനാണ്, പക്ഷെ ഫഹദിക്കയുടെ കൂടെയാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ പോയി ചെയ്തതാണ്. ഫഹദിക്ക അവിടെ നടന്നു വരുന്നു, ഞാനിവിടെ നിന്ന് നടന്നു വരുന്നു, ഇത്ര ഉള്ള സീൻ. അതൊരു 3-4 പ്രാവശ്യം ടേക്ക് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫഹദിക്ക ഞാൻ 4 പ്രാവശ്യം കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ചെയ്യുമായിരുന്നു. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ ക്യാമറ ഫേസ് ചെയ്യുന്നൊരു സാധനം. രസമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിരുന്നോ? ഇല്ല. ഫഹദിക്കനെ കണ്ടു. ഓ, ഉറപ്പായിട്ട് പറയും. ഞാൻ അൻവർക്കനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ ഷെണൈസിൽ വെച്ചിട്ട് അൻവർ സാറിനെ ഞാൻ ഇങ്ങനെ കണ്ടു. ഞാൻ അൻവർക്കയോട് പറഞ്ഞു ഞാൻ ട്രാൻസ്ജെൻഡർ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. ജയഹേ കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പം അൻവർക്കൊക്കെ എന്നെ മനസ്സിലായി, ജയഹേലുണ്ടായിരുന്ന ആണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ ഈ സീരിയസ് ആയിട്ട് അഭിനയത്തെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയ ശേഷം യൂട്യൂബിലും ഒരുപാട് സീരീസും അതുപോലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു സിനിമയിൽ നിന്ന് വിളി വരുന്ന ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് എന്താണ് ഫീൽ ചെയ്തത് ശരിക്കും? അത് ഐ ഡോണ്ട് നോ ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. പക്ഷേ കാരണം നമ്മൾ യൂട്യൂബിൽ അപ്പോഴും ചെയ്യുമ്പം സിനിമ എന്ന് പറയുന്നത് അങ്ങ് ദൂരെയുള്ളൊരു ഡ്രീം മാത്രമാണ് നമുക്കപ്പോഴും. യൂട്യൂബിൽ അഭിനയം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എപ്പോൾ സിനിമയിൽ എത്തിപ്പെടാൻ പറ്റും എന്ന് അറിയില്ലാതെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനപ്പം പൊന്മുട്ട മീഡിയയിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ദിവസം ഞാൻ ചുമ്മാ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കോൾ വരുന്നത്. വിഭിചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആണ് എന്നെ വിളിക്കുന്നത്. ഫൈസലൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഇങ്ങനെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനാണ്. ബേസിൽ ജോസഫിൻ്റെ സിസ്റ്ററായിട്ടാണ്. ഞാനിങ്ങനെ ആരുടെ പറഞ്ഞു ബേസിൽ ജോസഫിൻ്റെ. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ശരി ശരി. അപ്പോൾ എനിക്കിത് പ്രാങ്ക് കോളാണോ ഒറിജിനൽ കോളാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം ഞാനിങ്ങനെ ഇത് എവിടെയാണ് സിനിമ ഏതാണ് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പം തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഫോൺ വെക്കുന്നു, പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുന്നു, എല്ലാം ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ കാസ്റ്റായി സെറ്റായി. 4 ദിവസം 5 ദിവസം കൊണ്ട് കഴിഞ്ഞ ഉടനെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത്രയും സ്മോൾ ഗ്യാപ്പിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എനിക്കിതൊക്കെ കൂടെ പ്രോസസ്സ് ചെയ്യാൻ അങ്ങോട്ട് ടൈം സെറ്റ് ആവണില്ലായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ അമ്മേൻ്റെ അടുത്ത് ഓടി പോയി ചാടി തുള്ളിക്കും, അമ്മ എന്നെ സിനിമയിലെടുത്ത അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതൊരു ഒരിക്കലും മറക്കാത്തൊരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു അപ്രോച്ച് ചെയ്ത്? ഏത് സിനിമ കണ്ടിട്ടാണ് അങ്ങനെ എന്തെങ്കിലും? സിനിമ പൊന്മുട്ടയിൽ ആക്ച്വലി വിപിൻ ചേട്ടൻ പൊന്മുട്ടയുടെ ഒരു റീല്, ഇൻസ്റ്റയിൽ ഒരു റീല് ഇങ്ങനെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് എന്നെ പൊന്മുട്ടയിലെ എന്നെ ലിജു ചേട്ടൻ്റെ അടുത്ത് നമ്പർ മേടിച്ചിട്ട് വിളിക്കുകയായിരുന്നു എന്നെ. അങ്ങനെ അപ്പം ഈ ഒരു ക്യാരക്ടറിന്റെ ബ്രീഫ് തന്ന സമയത്ത്, അതായത് ബേസിലിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു, ആ ക്യാരക്ടറിന്റെ കുറച്ച് നേച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് എല്ലാ ആൾക്കാരും പൊതുവെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എസ്പെഷ്യലി നിങ്ങൾ അമ്മ മകൻ കോമ്പിനേഷൻ, അത് കറക്റ്റ് ഒരു അമ്മയും മോളും തന്നെയാണ് ആ വീട്ടിലെ. അപ്പം അങ്ങനെയുള്ളൊരു എന്തുവാ പറയുക, അങ്ങനെയുള്ള പെർഫോമൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്? എനിക്ക് പ്രിപ്പറേഷനൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം എനിക്ക് ഇത്രേ അറിയുള്ളായിരുന്നു, ബേസിൽ ജോസഫിൻ്റെ സിസ്റ്ററാണ്, ബിബിൻ ചേട്ടൻ്റെ പടമാണ്, ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ സെറ്റിൽ ചെല്ലുന്നത്. അവിടെ വെച്ചാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നുള്ള ടൈമും ഇല്ല, എനിക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പം അന്ന് തലേ ദിവസമാണ് എന്നോട് കഥ ഒരു ബ്രീഫായിട്ട് ഫുള്ള് നമ്മുടെ റൈറ്റർ നാഷിദിക്ക് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴാണ് എന്നോട് പറയുന്നത് ഒരു പാവത്താനായ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അങ്ങനെ വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല, അങ്ങനെ ഓവർ എക്സ്പ്രസീവേ അല്ലാത്ത ഒരാളാണ്, എന്നെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പം എനിക്ക് ആ ക്യാരക്ടറിലോട്ട് കയറാൻ എനിക്ക് 2-3 ദിവസം ഗ്യാപ്പ് എടുത്തു, ഞാൻ ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തിപ്പെടാൻ. പക്ഷെ പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിരുന്നു. അപ്പം എനിക്ക് പ്രിപ്പയർ ചെയ്യാനും മാത്രം ഒന്നുള്ള ഗ്യാപ്പ് ഇല്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഈ ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബേസിലിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്ത സിനിമയാണ്. അതിനു മുമ്പും ആളെ നല്ല രീതിയിൽ ആൾക്കാർ പുള്ളിയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ജയ ജയ ഹേ വന്നതിന് ശേഷം ബേസിലിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോപ്പ് ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ബേസിലുമായിട്ടുള്ള ഈ ആ ഒരു വർക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തോട് കൂടെ ബേസിലായിട്ട് ഭയങ്കര ഫണ്ണാണ്. ആസ് ആൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ് ഭയങ്കര ഫൺ എലമെന്റ് ഉള്ള ഒരാളാണ്. അതിപ്പോൾ എല്ലാവരും ഇന്റർവ്യൂസ് കണ്ടിട്ട് അല്ലാണ്ട് നേരിട്ട് മീഡിയയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. ഹീസ് എ ഫൺ ഫിൽഡ് പേഴ്സൺ. അപ്പം സെറ്റിലായിരുന്നെങ്കിലും ഈ പുള്ളി ഇങ്ങനെ ഓടി നടന്ന് എല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് മൊത്തത്തിൽ ആ സെറ്റിൽ. അങ്ങനെ ഒരു തരത്തിലുള്ള പ്രഷർ ഞാനുള്ള അത്രയും ദിവസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ഫണ്ണായിട്ടുള്ള ഒരു പേഴ്സണാണ്. പിന്നെ അതുപോലെ ചെയ്യുന്ന വർക്ക് കണ്ട് നമുക്കിങ്ങനെ കണ്ട് നിന്ന് പോവും. ഞാൻ പലപ്പോഴും ഞാൻ ഓരോ സീനൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്, എന്ത് രസമായിട്ടാണ് ചെയ്യണം, എന്ത് നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദർശനീച്ചി ആണെങ്കിലും കേട്ടോ, കനകാൻറ്റി ദർശനം, എല്ലാവരും എല്ലാ ആക്ടേഴ്സിനെയും കണ്ടിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിനിമ തന്നെ ഇത്രയും നല്ലൊരു കാസ്റ്റിൻ്റെ കൂടെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി. വേറൊരു കാര്യം ഞാൻ അതിനോട് കൂട്ടി നിർത്തി ചോദിക്കുകയാണ്. ഇപ്പോൾ ശീതൾ ചെയ്തിട്ടുള്ള വേഷങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ജയ ജയയിലാണെങ്കിലും എബ്രഹാം ഓസ്ലറിലാണെങ്കിലും വാഴയിലാണെങ്കിലും പുതിയ സിനിമയെ പറ്റി നമുക്കറിയില്ല, എന്നാലും ഞാൻ പറയാം, ഈ മൂന്ന് ക്യാരക്ടേഴ്സ് എടുത്താലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, ഇങ്ങനൊരു കുട്ടി ആ സിനിമയിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പർട്ടിക്കുലർ ആയിരുന്നു അല്ല ഞാൻ ചോദിച്ചാൽ നമ്മൾ കുറച്ച് ഇന്റലക്ച്വൽ ആകുന്നുണ്ടോ? എനിക്കങ്ങനെ തിരഞ്ഞെടുക്കാനും മാത്രമുള്ള സാധനങ്ങളൊന്നും വരുന്നില്ല. വരുന്ന പ്രോജക്ട്സ് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ആ ഒരു സ്പേസിലൊന്നും ഞാൻ എത്തിയിട്ടില്ല തിരഞ്ഞെടുക്കാനും മാത്രം. എനിക്ക് ജയഹേ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരിയെങ്കിലും ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഒസ്ലർ ആയാലും വാഴ ആയാലും ഒക്കെ കൊച്ചു ക്യാരക്ടേഴ്സാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ. കാരണം അതെല്ലാം നല്ല ടീമുകളായിരുന്നു, നല്ല ആക്ടേഴ്സിനോട്. എനിക്ക് ഓസ്ലറിലൊക്കെ ജയറാമേൻ്റെ കൂടെയൊക്കെ ചെയ്യാം. ജയറാമേണ്ടൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജയറാമേൻ്റെ കൂടെയൊക്കെ ഒരു സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കൊച്ചു ക്യാരക്ടേഴ്സ് ആണെങ്കിലും നല്ല സിനിമകളുടെ ഭാഗമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇനി കുറച്ച് ലെങ്തി ആയിട്ടുള്ള റോൾസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. അല്ലാണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നതല്ല, എനിക്ക് വരുന്ന സാധനങ്ങൾ എടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ശരിയാണല്ലോ, ഞാൻ എടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെയാണ്,
എങ്ങനെയാണ്? അതായത് ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പം പുതുമുഖം ആണെന്ന് കരുതി വരുന്ന സിനിമകളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി ചെയ്യാതെ ചെയ്ത സിനിമകളൊക്കെ അതുപോലെ തന്നെ. ഇപ്പം ഓസ്ലർ ആണെങ്കിൽ കൂടി ആ വർഷം ഇറങ്ങിയതിൽ ടോപ്പ് ഗ്രോസർ ആയിരുന്നു അല്ലേ? വാഴയാണെങ്കിലും ശരി, ജയ ജയ ആണെങ്കിലും ശരി. അപ്പൊ ആ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ അതിപ്പോഴാണോ ഫീൽ ചെയ്യുന്നത്? അല്ല, എന്നോട് ചിലരിങ്ങനെ പറയും ഈ അഭിനയിച്ച സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്, എന്താണ് അങ്ങനെയെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ, അറിയാതെ പോലും പറയല്ലേ അങ്ങനെയൊന്നും. ഇടയ്ക്കെങ്കിലും പറഞ്ഞോ ഞാൻ അഭിനയിച്ചുകൊണ്ട്. അതെന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് വന്നതെല്ലാം നല്ല സിനിമകളായിരുന്നു. ഇപ്പോഴും ചെയ്ത് തീർത്തിരിക്കുന്ന എല്ലാം നല്ല സിനിമകൾ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമാണ്. ചെറിയ റോളുകളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇപ്പോൾ കോളേജ് ടൈമിലാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ ആഗ്രഹം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ പാഷൻ ഇതാണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അവരെയും കൊണ്ട് ആദ്യമേ സിനിമ കാണാൻ പോയിരുന്നു? എല്ലാവരും കൊണ്ടുപോയിരുന്നു അങ്ങനെ? അങ്ങനെയല്ല, ഞാൻ ജയ ജയഹയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഷോ പ്രിവ്യൂ ഷോ ആയിരുന്നു. ഫുൾ ടീമിൻ്റെ കൂടെ അല്ലേ. അപ്പം ഞാൻ ഫാമിലീനെ, അമ്മയും ചേച്ചി അളിയനും ഉണ്ടായിരുന്നു. അളിയൻ ബ്രദറില്ല, അളിയൻ തന്നെ ഞാൻ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് ഫസ്റ്റ് ഷോയ്ക്ക് പോയത്. അത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം മൊത്തം തിയേറ്ററിലായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ അവരെയും കൂട്ടി പോയി. സെക്കൻഡ് ഷോയ്ക്ക് എൻ്റെ ഫാമിലി, ബാക്കിയുള്ള അമ്മയുടെ സിസ്റ്റേഴ്സ്, എൻ്റെ കസിൻസ്, അങ്ങനെ ഫാമിലി, എറണാകുളത്തുള്ള കുറേ ഫാമിലി മെമ്പേഴ്സിനെ ആയിട്ടാണ് സെക്കൻഡ് ഉച്ചക്കത്തെ ഷോയ്ക്ക് ഞാൻ കയറിയത്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനെ എല്ലാവരെയും രാത്രി, എല്ലാവരെയും കൊണ്ടേ കാണിക്കണമല്ലോ, ഫ്രണ്ട്സ് എല്ലാവരും രാത്രി ഉള്ള ഷോയ്ക്ക് സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ ഷോയ്ക്കും ഞാൻ എല്ലാവരുടെയും കൂടെ പോയി കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്താണ് പറഞ്ഞത്? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ മറ്റേ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും മറ്റേ വിസിലടി കയ്യടി, ഞാനാണെങ്കിൽ അയ്യോ ഞാനിവിടെ ഇല്ലട്ടോ എന്നൊക്കെ പറഞ്ഞ് സത്യം അത് തന്നെയായിരുന്നു അവസ്ഥ. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. ഞാൻ അന്ന് തിയേറ്റർ വിസിറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ഞാൻ കയറിയത് തിയേറ്ററിൽ. ഞാൻ തിയേറ്റർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് രാത്രി ലേറ്റ് നൈറ്റ് ഷോ ആയിരുന്നു. ഞാൻ ആ സമയത്താണ് ഞാൻ എത്തിയത്. ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നോക്കൂട്ടോ ഷീതൊക്കെ പറഞ്ഞ് വിളിച്ച് കാണിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ പക്ഷേ ഹാപ്പി, എല്ലാവർക്കും അത് ആ എക്സൈറ്റ്മെന്റ് എല്ലാവരിലും കാണുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ ശീതളിൻ്റെ വർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ബിഹൈൻഡ് ദ ക്യാമറ ശീതൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത് നിന്ന് കണ്ട ഒരു പരിചയം എനിക്കുള്ളതിൻ്റെ പേര് ഞാൻ ചോദിക്കുക. സിനിമ നമ്മളിപ്പോൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയത്? അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെന്നതിന് ശേഷം ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും ഇതെങ്ങനെയാണെന്ന് ലൈക്ക് ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ ചെല്ലുമ്പം വലിയ പിടി കിട്ടില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അറിയാം എങ്ങനെയാണ് നമ്മൾ ആദ്യം ക്യാമറയൊക്കെ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്താണ് ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് അത് ഹെൽപ്ഫുള്ളായിരുന്നു അങ്ങനെ സിനിമയിലോട്ട് ചെന്നപ്പം. അല്ലാതെ നോക്കുകയാണെങ്കിൽ സിനിമ ഇസ് എന്താ പറയുക ഒരു ലാർജ് സ്കെയിൽ ഏരിയ ആണ്. അപ്പം ഐ തിങ്ക് അങ്ങനെ വേറെ വലിയ ചേഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല. ലേറ്റർ സ്റ്റേജിൽ ഈ സിനിമ കണ്ട സമയത്ത് ഏതെങ്കിലും ഒരു പോർഷൻ കണ്ടിട്ട് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്ത കാര്യങ്ങളുണ്ടോ? കാര്യം അതിനകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ബേസിൽ മറ്റേ അടി കൊണ്ട് വീഴുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നോക്കുന്നൊരു കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ ഈ ക്യാരക്ടറിന്റെ പല അവസ്ഥകളും ഡയലോഗ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് അത് കണക്റ്റ് ആയത് ശീതളിൻ്റെ ഓരോ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ മാനറിസങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പം അത്തരത്തിൽ അത് ഡീറ്റെയിൽ ചെയ്യണം എന്നുള്ളത് അഭിനയിക്കുമ്പോഴേ പ്ലാൻ ഉണ്ടായിരുന്നോ ശരിക്കും? അങ്ങനെ പ്ലാനൊന്നുമില്ല. ഞാനത് ആ ഒരു ഫ്ലോയിലങ്ങ് നമുക്ക് ഡയറക്ടർ എന്ത് പറഞ്ഞു തരുന്നോ അത് വർക്ക്ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ആക്ടർ. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, ഒരിക്കലും അല്ല. ഞാനത് എന്താ അറിയില്ല, എന്തോ എനിക്കറിയില്ല. എനിക്കൊരു സീൻ തരുമ്പം ഞാൻ ആദ്യമേ ആശ്വസിക്കാം. റൈറ്ററിനോട് ഞാൻ ചോദിക്കുമായിരുന്നു ഇത് ഓക്കെ ആണോ, ഇങ്ങനെയാണോ, ഈ ഒരു മീറ്റർ ആണോ പിടിക്കണ്ടേ എന്നുള്ളത് ഞാൻ ആദ്യമേ ചോദിക്കും. അപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനതൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വേറെ ഇതൊന്നുമില്ല. ആദ്യത്തെ ഈ സിനിമ കണ്ടിട്ട് കിട്ടിയ അപ്രിസിയേഷൻസിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള അപ്രിസിയേഷൻ ആരുടെയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കുറേ പേര് ആക്ച്വലി ഇൻസ്റ്റഗ്രാം വഴിയും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ലൈക്ക് ചില ആൻറ്റിമാർ ചേച്ചിമാരൊക്കെ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു, ഞങ്ങളുടെ ജീവിതമാണ് കണ്ടത് എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. പിന്നെ എനിക്ക് ജയസൂര്യ വിളിച്ചായിരുന്നു എന്നെ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി വിളിച്ചിട്ട് എൻ്റെ പേര് ജയസൂര്യ. ജയസൂര്യ ഓക്കെ ഒരു സിനിമ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഐ മീൻ
പിന്നെ ഒത്തിരി പേര്, ഒത്തിരി അധികം ആൾക്കാർ ഇൻസ്റ്റഗ്രാം വഴി, ഒത്തിരി ഡയറക്ടേഴ്സ് ആയാലും അല്ലാത്തവരും ഒക്കെ ആയാലും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ സന്തോഷം തോന്നി. പൊന്മാൻ കണ്ടിരുന്നോ? കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എനിക്ക് ഒരു പടം കണ്ട് ഭയങ്കരമായിട്ട്, ഞാൻ ബേസിലേട്ടനായിട്ട് ഇപ്പോഴും അങ്ങനെ ഹായ് ഹലോ ഹൗ ആർ യു എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുള്ളപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ. അപ്പം ഞാൻ സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മെസ്സേജ് അയച്ചിരിക്കും. അപ്പോൾ ഞാൻ പൊന്മാൻ കണ്ടിട്ട് ഞാൻ ബേസിലായിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു പെങ്ങള് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ. ആ ഒരു റിലേഷൻ ഉണ്ട് ബേസിലായിട്ടായിട്ട്. ബേസിലിന്റെ ഡയറക്ഷനിൽ എപ്പോഴെങ്കിലും നമുക്ക് ശീതളിനെ സ്ക്രീനിൽ കാണാൻ കഴിയുമോ? അത് ബേസിലേട്ടനോട് ചോദിക്കേണ്ടി വരും. ബേസിലേട്ടോ എന്നെ വിളിക്കണം പറക്കരുത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ എനിക്കെന്താ അറിയോ, ഇപ്പം വിപിൻ ചേട്ടനായാലും ബേസിലേട്ടനായാലും ഒക്കെ എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവരെന്തായാലും വിളിക്കും എന്ന് എനിക്കറിയാം. നമ്മൾ അങ്ങോട്ട് വിപിൻ ചേട്ടനൊക്കെ പ്രത്യേകിച്ച്, വിപിൻ ചേട്ടനാണല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ വിപിൻ ചേട്ടനെ അറിയാം എനിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്തായാലും വിപിൻ ചേട്ടൻ വിളിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ഞാനായിട്ട് അങ്ങോട്ട് എപ്പോഴും ചോദിച്ച് അങ്ങനെ ഇതാക്കാറില്ല. എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും എന്നറിയാം. അതുപോലെ ബേസിലിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആളൊരു ഡയറക്ടറും കൂടെയാണല്ലോ. ആക്ടർ ആകുന്നതിന് മുമ്പേ പ്രൂവ് ചെയ്തൊരു ഡയറക്ടറാണ്. അപ്പം ആളൊരു സീനിനെ കൺസീവ് ചെയ്യുന്ന എങ്ങനെ, നമ്മൾ ഇപ്പം നറേറ്റ് ഇപ്പം ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആളതിനെ കൺസീവ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ശീതൽ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു പ്രോസസ്സ് കണ്ടപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു? ഞാൻ നോക്കിയിട്ടുള്ളത്, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഫസ്റ്റ് മൂവിയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലും അതെ ഞാൻ അത്രയും ഇതായിട്ടില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമർ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ഓവർ ആവാൻ പാടുണ്ടോ, എല്ലാവരോടും സംസാരിച്ച് അവർ ഇപ്പം വന്നല്ലോ ഇവളെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അങ്ങനെ ആരും അവിടെ ചിന്തിക്കുന്നവരല്ല, എല്ലാവരും ഭയങ്കര ചില്ല ആൾക്കാരായിരുന്നു. പക്ഷെ എന്നാലും ആസ് എ ഫസ്റ്റ് ടൈമർ ഞാൻ ഇങ്ങനെ ബേസിലോണോടൊക്കെ കുറേ നേരം വർത്താനം പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ, ഇങ്ങനത്തെ വെറുതെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ഒതുങ്ങിക്കൂടി. എന്നെ ഇപ്പം നമ്മളൊരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ അറിയാലോ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ സെറ്റിൽ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പിന്നെ ബേസിലേട്ടൻ വിപിൻ ചേട്ടനും ഇരുന്ന് അല്ലെങ്കിൽ ഈ സീൻ ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, ഓക്കെ, എന്നിട്ട് ബേസിലേട്ടൻ തന്നെ ബേസിലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ എക്സ്പ്രഷൻസ് ഇടും, അല്ലെങ്കിൽ അങ്ങനത്തെ കൊച്ചു കൊച്ചു മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ബേസിലേട്ടൻ ഇടുന്നത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. അല്ലാതെ അങ്ങനെ ഇതായിട്ടല്ല. അതുപോലെ ആ സിനിമ കൊല്ലം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ലാങ് പിടിക്കണം അല്ലെങ്കിൽ ആ ഒരു ഡയലക്ട് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഹേർഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, പറഞ്ഞായിരുന്നു ആ സ്ലാങ് പിടിക്കണം, അത് പിടിച്ചേ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് പറയട്ടെ. അതിന് ഇപ്പം ശീതൾ കൊല്ലം അറിയില്ല, നമ്മുടെ റൈറ്റർ കൊല്ലം ആ സൈഡാണ്, നാഷിദിക്ക ആ സൈഡാണ്. അപ്പം നമുക്ക് മറ്റേ സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമ്പോൾ തന്നെ, ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ തന്നെ ഡയലോഗ്സ് പറയുമ്പോൾ നാഷിദിക്കാന്ന് പറയും ഇങ്ങനെ പറ. അപ്പം ഞാൻ പറയുമ്പോൾ തെറ്റാണെങ്കിൽ ഇല്ല സ്ലാങ് പിടിക്കും, ഇങ്ങനെ ഇപ്പുറത്തോട്ട് വരാം. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് നാഷിദിക്ക കൂടുതലും പറഞ്ഞു അങ്ങനെ അത് ചെയ്യുമായിരുന്നു. ഡബിങ്ങിൻ്റെ ടൈം ആയപ്പോൾ വിഭിജന പറഞ്ഞായിരുന്നു നന്നായിട്ട് സ്ലാങ് സെറ്റ് ചെയ്തിട്ട് വരണം എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊല്ലംകാരൻ, അപ്പോൾ അവന് ഞാൻ പറഞ്ഞു കൊടുത്തേടാ ഈ ഡയലോഗ് ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ കൊണ്ട് ഞാൻ ഓരോ ചില ഡയലോഗുകൾ അയച്ചു കൊടുത്ത് അത് അവനെ കൊണ്ട് പറയിച്ച് ഞാനത് കേട്ട് കുറച്ചൊക്കെ ഇതാക്കുമായിരുന്നു. പിന്നെ ഡബിങ്ങിന് ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു അത് ചെയ്യാൻ. ഡബിങ്ങിലാണ് കൂടുതലും ആ സ്ലാങ്ങിലോട്ട് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പോൾ അഭിലാഷം ഇതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകല്ലേ. അപ്പം അഭിലാഷത്തിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? അഭിലാഷത്തിൽ എന്ത് കണ്ടിട്ട് വിളിച്ചാന്ന് എനിക്കറിയില്ല. ഷംസു ആണ് എന്നെ വിളിക്കുന്നത്, ഡയറക്ടർ ഷംസു ആണ് വിളിക്കുന്നത്. ഐ മീൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏത് വർക്ക് കണ്ടിട്ടാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഷംസു എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇത് ഈ അഭിലാഷത്തിന്റെ കാസ്റ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്തൊരു ക്യാരക്ടറാണ് എൻ്റെ ഷംസു പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ എന്നെ വിളിച്ച് ജസ്റ്റ് കഥയുടെ ഒരു ഔട്ട്ലൈനൊക്കെ പറഞ്ഞു, ഇതാണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 1-2 months ശേഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അപ്പം ഡയറക്ടർ ഷംസു തന്നെയാണ് ഇതിലോട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മുമ്പത്തെ സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും വളരെ നോട്ട് ചെയ്യപ്പെടുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ളത്? ശരിക്കും വ്യത്യസ്തത എനിക്കറിയില്ല. അഭിലാഷത്തിലും എൻ്റെ ചെറിയൊരു ക്യാരക്ടർ തന്നെയാണ്, ആകെ മേ ബി ഒരു 3-4 സീൻ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഓസ്ലറിലും വാഴയിലും 1 സീൻ 2 സീൻ അത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നൊരു ക്യാരക്ടർ, തുടക്കത്തിൽ കുറച്ചുണ്ടാവും, ഇടയ്ക്കൊന്ന് കുറച്ചുണ്ടാവും, അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആൾക്കാരൊന്ന്
ഇടയ്ക്കൊന്ന് കാണാനുള്ളൊരു ഗ്യാപ്പെങ്കിലും അഭിലാഷത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്ക്രീൻ സ്പേസ് കൂടുതൽ അഭിലാഷത്തിലുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു കൊച്ചു ക്യാരക്ടർ തന്നെയാണ്, പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ്. ഷൈജേട്ടനായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അഭിലാഷത്തിൽ വരുമ്പോൾ എനിക്ക് അവിടുത്തെ ആരെയും അറിയില്ലായിരുന്നു. സെറ്റിൽ വരുമ്പോൾ എനിക്ക് ഒരു മനുഷ്യനെ അവിടെ അറിയില്ലായിരുന്നു. ഈ ഷംസുവിനെ മാത്രം വിളിച്ച് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ വന്നപ്പം ആദ്യത്തെ ഒരു ഇച്ചിരി നേരത്തെ ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇത്രയും നാളും വർക്ക് ചെയ്തതിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റ് അഭിലാഷമാണ്. എല്ലാത്തിലും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഹോസ്റ്റലറിലും ഒക്കെ ഒത്തിരി കമ്പനി അടിച്ച് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ വർക്ക് ചെയ്ത സെറ്റാണ് ഹോസ്റ്റലറൊക്കെ. പക്ഷെ അഭിലാഷത്തിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് 3 ദിവസമോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സെറ്റിൽ നിന്ന് പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെറ്റായിരുന്നു. പെട്ടെന്ന് ഞാൻ കമ്പനിയായി എല്ലാവരുമായിട്ട്, ഭയങ്കര പെട്ടെന്ന് കമ്പനിയായ ഒരു സെറ്റാണ്. അപ്പോൾ സൈജ് ചേട്ടൻ എന്ന് വെച്ചാൽ മറ്റേ ഇൻട്രോവേർട്ട് എന്ന് പറയണോ, ഭയങ്കര സൈലന്റ് ആണ് ആൾ, ഇച്ചിരി റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനിങ്ങനെ അങ്ങോട്ട് സൈജേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം, സൈജേട്ടാ എവിടെയാണ് താമസിക്കുന്നത്, സൈജേട്ടാ മറ്റേ പടത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് ചോദിക്കുമായിരുന്നു. അതൊക്കെ ജയഹേലെ വിട്ടു. എനിക്ക് ഒരു പടം കഴിച്ചപ്പോഴത്തേക്ക് ആ കോൺഫിഡൻസ് ഒക്കെ വന്നു. എന്നുവെച്ചാൽ നമ്മളായിട്ട് ഇരുന്നാൽ മതി, പാവമായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് അപ്പം മനസ്സിലായി. പിന്നെ ഹോസ്റ്റലറിലൊക്കെ ഹോസ്റ്റലർ തൊട്ട് ഞാൻ തന്നെയായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴും സൈജേട്ടൻ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കും, ഞാനിങ്ങനെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് ചോദിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് ചൊറിയുന്നതെന്ന്. പക്ഷെ ഈയിടയ്ക്ക് തൻവിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം തൻവിയുടെയും ഇന്റർവ്യൂസിലൊക്കെ തൻവി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സൈജേട്ടൻ അങ്ങനെ ഒത്തിരി ഓവറായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ നല്ല വൃത്തിക്ക് നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞു തരും. പക്ഷെ അതൊരു കോൺവെർസേഷൻ ആവത്തില്ല. നമ്മൾ അങ്ങോട്ട് ചോദിക്കും, സൈജേട്ടൻ ഉത്തരം പറയും, ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അടുത്ത ചോദ്യം ചെയ്യും. അങ്ങനെ ഒരു സാധനമാണ്. കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നോ? എനിക്ക് സൈജേട്ടനോട് മാത്രമേ കോമ്പിനേഷൻ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം സംസാരിക്കുന്നതിലുപരി നമ്മൾ ഒരുമിച്ച് സ്ക്രീനിൽ പെർഫോം ചെയ്യാന്നുള്ളൊരു ഇത് വേറെ തന്നെ ഒരു ഇതാണല്ലോ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സൈജേട്ടൻ ഭയങ്കര രസമാട്ടോ, വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിളാണ്. ചേട്ടനാണെങ്കിലും നമ്മൾ സ്ക്രീനിൽ വന്ന് നിൽക്കും, നമ്മൾ ആദ്യം ആ ട്രയലൊന്ന് നോക്കും, ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കും, സെറ്റാണ്, ഓക്കെ ബാ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യും. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്കങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ഡയലോഗ് തെറ്റിയാൽ അപ്പുറത്തേക്ക് നാൾ സഹിച്ചാണ്. വലിയൊരു ആക്ടർ ആകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവില്ല, തെറ്റിച്ച് അവർ ചീത്ത പറയും, ഒന്നുമില്ല. സഹിച്ചാൽ ചില്ലാണ്, നമ്മളും ചില്ലാണ്. ഭയങ്കര സ്മൂത്തായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് നമ്മൾ സിനിമയിൽ വരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. ചിലർക്ക് വളരെ വലിയൊരു അറിയപ്പെടുന്ന നായകനായിരിക്കണം, അല്ലെങ്കിൽ നായികയാവുക, ക്യാരക്ടർ റോൾസ് ചെയ്യുക, അങ്ങനെ ഉള്ള ഒരുപാട് താല്പര്യങ്ങളോട് കൂടിയാണ് ഓരോ ആൾക്കാർ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ശീതൾ എങ്ങനെയാണ് ശീതളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സിനിമയിൽ? എനിക്ക് നല്ല നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ലീഡ് റോൾസ് അല്ല, പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്താൽ അശോകൻ ചേട്ടൻ്റെ അല്ലെങ്കിൽ ഉർവശി മാമിൻ്റെ, ഇങ്ങനെ കൽപ്പന, ഇവരുടെയൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുക. സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് വരുന്ന കുറേ നല്ല കഥാപാത്രങ്ങളായിരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കൂടുതലും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആൾക്കാർ ഇന്ന് ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അത് ചെയ്യണം എന്നാണ് കൂടുതലും ആഗ്രഹം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിനിമകളാണ് ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു മേഖലയിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടേഴ്സ് അത്തരത്തിൽ നോട്ട് ചെയ്യപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഏതെങ്കിലും പോയിന്റിൽ ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്യാറുണ്ടോ? അഭിനയിക്കുന്ന സമയത്ത് ഏതെങ്കിലും നടിമാരോ അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സോ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഉർവശി മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, മാമിൻ്റെ ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, എനിക്ക് അങ്ങനെ കുറച്ചുകൂടെയൊക്കെ എന്താ അവരുടെ അങ്ങനെ എടുത്തു പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഉർവശി മാമിൻ്റെ ഒക്കെ, കൽപ്പന മാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർഫോമൻസ് ഏരിയാസ്, അവർ എനിക്കിപ്പം ഈയിടയ്ക്ക് നമ്മുടെ ഉള്ളൊഴുക്കൊക്കെ കണ്ടിട്ട് ഉർവശി മാമിക്ക് ഇപ്പോഴും ആ ക്യാരക്ടർ പിടിക്കുന്ന കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കതൊക്കെ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അവരുടെ അത് കണ്ടിട്ട് ഇത് ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ ഞാനത് പെർഫോം ചെയ്യാൻ പറ്റുമോ, എനിക്കത് ഇത്രയും കൺവിൻസിങ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കൂടുതലും, ഞാനൊരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കും. എനിക്ക് ഉർവശി മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, നോക്കാറുണ്ട്. അപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് യൂട്യൂബിലാണ് സജീവമായിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന ആരാണ്? എങ്ങനെയാണ് ഈ പൊന്മുട്ടയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ശരിക്കും?
ഞാൻ ആക്ച്വലി ഓഡിഷൻസ് വഴി തന്നെയാണ് ഇതിലോട്ട് കയറുന്നത്. ഫിലിം പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു ഓഡിഷൻ കോൾ കണ്ട് ഞാൻ ഓഡിഷൻ പോയി അറ്റൻഡ് ചെയ്തു. അപ്പം ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, അന്ന് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ അപ്പം ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ഒരു കൊച്ചു വീഡിയോ ഇറക്കാൻ വേണ്ടിയാണ് അവർ വിളിച്ചത്. അങ്ങനെ അതിനകത്തൊരു ടീച്ചറായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഇതിൽ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കണ്ടിട്ട് അടുത്ത ആൾ വിളിക്കും, അത് കണ്ടിട്ട് അടുത്ത ആൾ വിളിക്കും, അങ്ങനെ പിന്നെ അതൊരു ചെയിനായിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളതാണ് പതിവ്. പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ഓഡിഷനും ഇനി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കണ്ടിട്ട് അടുത്ത ആൾ വിളിക്കും. പിന്നെ അങ്ങോട്ട് ഫുൾ എൻ്റെ ആ ഒരു ചെയിനാണ്, കണ്ടിട്ട് വിളിച്ചിട്ടുള്ള പരിപാടികളാണ് കൂടുതലും. പൊന്മുട്ട അല്ലാതെ വേറെ ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത്? പൊന്മുട്ട അല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ വേറെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചാനൽ ഈ പറഞ്ഞ പോലെ ഫിലിം പേഷ്യൻസിൻ്റെ ഉണ്ട്, റീൽ ട്രൈബ് 70 സ്റ്റോറീസ്, നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കണം. ഇതും ഒരു അഭിനേതാവാണ്, എൻ്റെ കൂടെ ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോസ് ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ ആരെ റീച്ച് ഔട്ട് ചെയ്യണം എന്ന് അറിയാത്തൊരു സ്ഥിതി ഉണ്ടല്ലോ. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പം ജയഹേ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പല ഡയറക്ടേഴ്സിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചാൻസ് ഒക്കെ ചോദിച്ചിട്ട്. ഒത്തിരി ഒന്നുമല്ല, 1-2 പേർക്കൊക്കെ എങ്കിലും. പക്ഷെ ആ സമയത്ത് നമ്മളൊരു ഒരു നോർമൽ മാനാണ്, ലൈക്ക് എന്താ പറയുക, അവർക്ക് ആർക്കും നമ്മളെ അറിയില്ല, നമ്മളെന്താ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. പിന്നെ എന്ത് ധൈര്യത്തിൽ അവർ നമ്മളെ എടുക്കും? നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് അവർ കണ്ടാലല്ലേ ഓക്കെ ഈ കുട്ടി കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക. ഓഡിഷൻസ് വഴിയാണ് നമുക്ക് കയറി പറ്റുള്ളൂ. ഞാനും ഒക്കെ ഓഡിഷൻ വഴിയാണ് തുടക്കം കുറിക്കുന്നത്. അപ്പം ആ ഒരു സ്പേസ് എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബിലോ, ഇപ്പം നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം, പല രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് ഷോക്കേസ് ചെയ്യാം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ട് വേണം ഡയറക്ടേഴ്സിനോടൊക്കെ ഒരു ചാൻസ് ചോദിക്കാൻ. അല്ലാതെ ഒത്തിരി പേര് എൻ്റെ പരിചയത്തിലുള്ളവർ ഇപ്പോഴും ഒക്കെ എന്നോട് ചോദിക്കും, ചേച്ചി എനിക്കൊരു ചാൻസ് മേടിച്ചു തരും, ഒരു ചാൻസ് മേടിച്ചു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യ്, എന്തെങ്കിലും ഒരു സാധനം ചെയ്യും. അതിപ്പം ഷോർട്ട് ഫിലിം വെബ് സീരീസ് ആയിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യണം എന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു സീൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ പേര് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നല്ല നോക്കി അവരെടുക്കുക എന്നുള്ളതാണല്ലോ ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ. ഓഡിഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് തോന്നുന്നു. അല്ലാതെ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സിനിമയെ റീച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഉറപ്പായിട്ടും. പിന്നെ പണ്ടൊക്കെ നമുക്ക് ഒരു ഡയറക്ടർ എവിടെയാ എങ്ങനെ കണ്ടുപിടിക്കണം, അവരൊക്കെ എനിക്ക് തോന്നുന്നു ലെറ്റേഴ്സ് അയക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കണ്ടുപിടിച്ച് പോയി പോകും. അതൊക്കെയല്ലേ ഇപ്പം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ എത്ര പേര് കമന്റ് ഇടുന്നുണ്ട്, എനിക്കൊരു ചാൻസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം റീച്ച് ഔട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എല്ലാവരും. യെസ്. അതുപോലെ ഈ സിനിമ അല്ലാതെ വേറെന്തൊക്കെ ഹോബീസാണ് ശ്രീധരനുള്ളത്? സിനിമ അല്ലാതെ അൾട്ടിമേറ്റ്ലി സിനിമയാണെന്നറിയാം, അതല്ലാതെ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ അത്രത്തോളം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം, വളരെ വലിയൊരു ഡാൻസറും കൂടിയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് ഇവിടെ എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിലൊരു ഡാൻസറിനെ വിളിക്കണം എന്ന്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് പരിപാടികളുണ്ട്, ഈ ആനുവൽ ഡേ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസോസിയേഷൻ പരിപാടികളൊക്കെ വരുമ്പം അപ്പോഴെങ്കിലും കളിക്കാം. ഈ കോളേജ് കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു 2023, 2024 ഇഷ്ടംപോലെ ഫ്രണ്ട്സിൻ്റെ കല്യാണം വന്നത്. പിന്നെ അതൊരു ശീലമായി അങ്ങോട്ട്, എല്ലാ കല്യാണങ്ങൾക്കും ഡാൻസ് കളിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഡാൻസ് കളിക്കലാണ് വൺ ഓഫ് ദി മെയിൻ ഹോബി. പിന്നെ സിനിമ കാണല്. ഞാൻ ഒത്തിരി നാള് ഒറ്റയ്ക്ക് ഞാൻ പോയി കാണുമായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് സിനിമയിലോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയായി തുടങ്ങി. പിന്നെ ഞാൻ ആരെങ്കിലും കൂട്ടി പോകും. പക്ഷെ ഇപ്പം പിന്നെയും ഞാൻ ആ ഒരു ഗ്യാപ്പിലോട്ട് തിരിച്ചു കയറി. ഞാൻ ഫ്ലാറ്റിനടുത്ത് തന്നെയുള്ളൊരു തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി ഒരു ദിവസം 2 ഷോ 3 ഷോയ്ക്കൊക്കെ അടുപ്പിച്ചിപ്പോൾ വെള്ളിയാഴ്ചകൾ ഒത്തിരി പടങ്ങൾ ഇറങ്ങുന്ന സമയത്തൊക്കെ 3 ഷോ ബുക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഇരുന്ന് കണ്ടിട്ടൊക്കെ വരും. അതാണ് മറ്റൊരു ഹോബി, മെയിൻ ഹോബി. അതുപോലെ സിനിമയിൽ അഭിനയം എന്നുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ ഒന്ന് കഴിവ് തെളിയിക്കണം തോന്നിയിട്ടുണ്ടോ? റൈറ്റിങ്ങിലോ ഡയറക്ഷനോ? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും ഇടയ്ക്ക് എപ്പോഴും ഒരു കസിൻ എന്നോട് ഒരു പാട്ടിന് ലിറിക്സ് എഴുതുമെന്ന് ചോദിച്ചു. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്നെ ഓടിച്ചില്ലെന്നുള്ളൂ, ഇനി ഈ ഭാഗത്ത് കണ്ടുപോരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. വേറൊരു ഏരിയ പിടിക്കണം എന്ന് ആലോചിച്ചിട്ടില്ല.
ഭാവിയിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ട്, ഇപ്പോൾ ഒരു ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവണം, ചെയ്യോ? ഡയറക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ നമ്മുടെ എനിക്ക് അതിനുള്ള നോളജ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിരിക്കണമല്ലോ. അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ജസ്റ്റ് ഈ ഇപ്പം ചെയ്തിരിക്കുന്ന 4-5 പടത്തിലുള്ള കണ്ടുള്ള പരിചയം അല്ലാതെ അതിനെപ്പറ്റി വലിയ പിടിയില്ല. പിന്നെ ഞാൻ ആകെ എനിക്കറിയില്ല, മേ ബി കുറച്ചുകൂടെ ഞാൻ പോകുന്ന മിക്കവാറും റൈറ്റിങ്ങിലോട്ടായിരിക്കാം. കാരണം എനിക്കറിയില്ല, ഇത് വെറും ഒരു ചാൻസാണ്. മേ ബി ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്, എനിക്കറിയത്തില്ല. കാരണം ഇപ്പം ഫ്രണ്ട്സ് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് വായിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറയും. അപ്പം അങ്ങനെ ഞാൻ വായിച്ചിട്ട് എനിക്ക് അതിനകത്ത് കുറേ സീൻസ് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സജഷൻസ് പറയുമ്പോൾ അത് ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ എന്ന് അവരും പറയുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ഇന്ന് എഴുതിയ എന്താ കുഴപ്പം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. അല്ലാതെ എപ്പോഴെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും എഴുതാൻ? അതിനുള്ള ധൈര്യം ആയിട്ടില്ല. മേ ബി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ആവുമായിരിക്കും. അതുപോലെ നമ്മൾ ഇൻ്റർവ്യൂയുടെ തുടക്കത്തിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ചെയ്തതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇംപ്രവൈസേഷൻ്റെ കാര്യം തന്നെ. നമ്മളൊരു സീൻ നറേറ്റ് ചെയ്യുമ്പോൾ അതിനെ എത്രത്തോളം നമ്മുടെ ഇൻപുട്ടുകൾ കൊണ്ട് പെർഫെക്റ്റ് ആക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ശീതൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്ന് സ്കെപ്റ്റിക്കൽ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിലെത്തുന്ന സമയത്ത് ആരോടാണ് വിളിച്ചത് ഗൈഡൻസിന് വേണ്ടിയിട്ട് വിളിക്കാറുള്ളത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു ഇതില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കൂടുതലും അളിയനും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഡയറക്ഷനും അഭിനയമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അളിയനും ഇങ്ങനെ കഥയൊക്കെ എഴുതുന്നുണ്ട് ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ. അപ്പം അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഞാൻ കൂടുതലും അമ്മ, ചേച്ചി, അളിയൻ ഇവരോട് 3 പേരുടെ. അമ്മ പിന്നെ പറയാം, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ് എന്ന രീതിയിൽ അമ്മ പറയത്തുള്ളൂ. ചേച്ചി പറയും, അങ്ങനെ ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ് എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പം ചേച്ചി അളിയനൊക്കെയാണ് കൂടുതലും അങ്ങനത്തെ ഡിസിഷൻസിൽ വരുന്നത്. അല്ലാതെ സീൻ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വിളിച്ച് ഇതുവരെ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല. കാരണം നമുക്ക് ആ സമയത്ത് ഡയറക്ടറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉള്ള എഡിമാരുണ്ട്, അവരോടായിരിക്കും ഞാൻ കൂടുതലും സജഷൻസ് ചോദിക്കുക. അല്ലാതെ അങ്ങനെ വിളിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയില്ല. ഈ സിനിമ എന്ന് പറയുന്ന കാര്യം നമ്മൾ പറയുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒബ്വിയസ്ലി നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. പറയാറുണ്ട്, നീ സിനിമയിൽ എത്തണം, കയറി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കും കൂടെ. ആ തരത്തിൽ നമ്മളോട് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഞാൻ എടുത്തു വയ്ക്കുന്ന ഒരു പെൺകുട്ടി എന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് നമ്മുടെ ഒരു നാട്ടിലെ സ്ഥിതി വെച്ചിട്ട് വളരെ കുറവായിരിക്കും. ഫാമിലികൾ പെൺകുട്ടികളെ സിനിമയിലേക്ക് വിടുക എന്ന് പറയുന്നത് കുറവാണ്. അപ്പം അത്തരത്തിൽ ഫാമിലിയുടെ സപ്പോർട്ട് എന്തുമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു പരിപാടി? ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ആൻറ്റിമാർ, അമ്മായിമാർ, അവരൊക്കെ ആദ്യമേ ഞാൻ സിനിമയിലോട്ട് പോകുന്നപ്പോൾ പെൺകുട്ടികൾ സിനിമയിലോട്ട് പോകണ്ട, എന്തിനായി പോകുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അതിൻ്റെ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എന്തിനാ അവളെ സിനിമയിലേക്ക് വിടുന്നത്, അത്ര സേഫ് ഒന്നുമല്ല, നല്ല ഇൻഡസ്ട്രി അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അമ്മ അത് മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ പപ്പ മരിച്ചു പോയതാ, 2010 മരിച്ചതാ. അപ്പം അതിനുശേഷം അമ്മ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പം അമ്മ ചില്ലാണ്, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അമ്മ നിന്നിരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത് സാധനങ്ങളൊന്നും നന്നായി വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവരൊക്കെ പിന്നെ ഓക്കെ ആയി. ലൈക്ക് അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, എല്ലാം സെറ്റാണ്. പിന്നെ അപ്പം ആ തുടക്കത്തിലുള്ളൊരു റിജക്ഷൻ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം അപ്പോൾ ഫാമിലി, അമ്മയാണ് എൻ്റെ സത്യമായ സ്ട്രെങ്ത്. അമ്മ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ് എന്നുള്ള സാധനം തരുന്നത് കൊണ്ട് ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞവരെ പിന്നീട് എപ്പോഴെങ്കിലും കാണേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പം എന്താ ഫീൽ ചെയ്തത്? എനിക്ക് ഇന്നേ വരെ ഞങ്ങളുടെ കൊച്ചാണ് ഇന്നേ വരെ എനിക്ക് മെസ്സേജ് അയക്കാത്ത ഒത്തിരി പേരുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കാലം എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന അമ്മേനെ വിളിച്ചിട്ടൊക്കെ ആയിരിക്കും, അവളെന്ത് പറയുന്നു, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന അത്രയേ ഉള്ളൂ. ആ ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരൊക്കെ എൻ്റെ നമ്പർ മേടിച്ച് സിനിമ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. ഞാനിങ്ങനെ ഓക്കെ, താങ്ക് യു. ഏറ്റവും പുതിയ സിനിമ അഭിലാഷമാണ്. ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, റിലീസാകാൻ പോവാണ്. അപ്പോൾ അതിലെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അതിൽ സായി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ് അഭിലാഷ് എന്ന് പറയുന്നത്. സായി ചേട്ടൻ്റെ അഭിലാഷിൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞാൻ. ഒരു ലേഡീസ് സ്റ്റോറൊക്കെ പോലത്തെ അങ്ങനത്തെ കടയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. എൻ്റെ ക്യാരക്ടർ ഭയങ്കര ചെറുതാണെങ്കിലും അഭിലാഷിൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലൊരാളാണ്. അഭിലാഷിൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് എല്ലാ കാര്യവും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ സുഹറ എന്ന് പറയുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുഹറ എന്നാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ഇതുവരെ ഞാൻ
ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടറും ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ജയഹയിലൊരു സിസ്റ്റർ, ഇവിടെ മറ്റേ ഹോസ്പിറ്റലിലെ സിസ്റ്റർ, നേഴ്സ്, പിന്നെ ടീച്ചർ, പിന്നെ ഇപ്പം ഒരു ഫ്രണ്ടാണ്, ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അപ്പം എനിക്കെല്ലാം വെറൈറ്റി ക്യാരക്ടേഴ്സ് കിട്ടിയതുകൊണ്ട് അതൊരു രസമുണ്ട്. പിന്നെ അഭിലാഷ ഒരു ലവ് സ്റ്റോറിയാണ്, തുറന്നു പറയാൻ പറ്റാതെ പോയ പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ, എന്നാൽ സെക്കൻഡ് ചാൻസ് കിട്ടുന്ന ഒരു സ്റ്റോറി. അങ്ങനത്തെ ഒരു ക്യൂട്ട് നല്ലൊരു ലവ് സ്റ്റോറിയാണ്. അതുപോലെ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഒരു ഭാഗമായ ആളാണ് ശീതൽ. ജയറാം, മിഥുൻ മാനുവൽ തോമസ്, മമ്മൂട്ടി, അത്ര വലിയൊരു കോമ്പിനേഷൻ ഇറങ്ങുന്ന വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പം ആ സിനിമ ആ സമയത്ത് നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ക്യാമിയോ ഉണ്ടെന്നുള്ളത് എത്രത്തോളം അവർ സീക്രട്ടായിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചെങ്കിൽ കൂടി അത് പുറത്ത് വന്നു. അതായത് ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസോട് കൂടിയിട്ടുള്ള റൈറ്റപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശീതൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം സിനിമകളെ ഇത്തരത്തിൽ ബാധിക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണെന്നാണോ തോന്നിയിട്ടുള്ളത്? ശരി, ഒരു പരിധി വരെ സിനിമയ്ക്ക് അത് നെഗറ്റീവായിട്ടും ബാധിക്കാം, പക്ഷേ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ അത് പോസിറ്റീവായിട്ടും ബാധിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പം ഈ റിവ്യൂസ് ഇടുന്നത് കൊണ്ട് ആൾക്കാർ കൂടുതലും അറിയുന്നുണ്ട്. ലൈക്ക് ഇങ്ങനൊരു സിനിമ ഇറങ്ങി, ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ കേട്ട് ഓക്കെ ഇത് കൊള്ളാം, അങ്ങനെ ചിന്തിച്ച് കുറേ പേര് സിനിമയ്ക്ക് വരും, ഈ റിവ്യൂ കേട്ടിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവാണ്, നല്ലതാണ് ഈ റിവ്യൂ ഇടുന്നതൊക്കെ. പക്ഷേ ഈ റിവ്യൂ ഇടുമ്പം ഈ സിനിമയുടെ അകത്തുള്ള സാധനങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നതിൽ അർത്ഥമില്ല, മനസ്സിലായി? നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഹൈപ്പ് കൊടുത്ത് ഓക്കെ ഇതിനകത്ത് മമ്മൂട്ടി ഉണ്ട് എന്നറിഞ്ഞു കഴിയുമ്പം മമ്മൂക്ക വരുമ്പം നമുക്ക് എന്താ പറയുക, ആ ഒരു കിട്ടേണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് എലമെന്റ് അല്ലെങ്കിൽ ആ സർപ്രൈസ് എലമെന്റ് അവർക്ക് കിട്ടത്തില്ല. ആദ്യം വന്ന് കണ്ടുപോയാൽ അത്രയും പേർക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പം അതാണ് ഒരു നെഗറ്റീവായിട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റിവ്യൂസ് പറയുന്നത് നല്ലതാണ്, കാരണം എന്നാലേ നമുക്ക് സിനിമ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. പക്ഷെ ആ സിനിമയുടെ എസെൻസ് കളയാതെ റിവ്യൂസ് പറയാൻ നോക്കുക എന്നുള്ളതാണ് ഞാൻ മെയിൻലി നോക്കുന്നത്. കാരണം ഇപ്പം മമ്മൂക്ക, ഇപ്പം ഞാനിപ്പം കുറച്ചു നേരം നമ്മൾ സംസാരിച്ച പോലെ എനിക്ക് എമ്പുരാനൊക്കെ ഫാൻ ഷോയ്ക്ക് ഞാൻ മീൻസ് അത്രയും രാവിലെ ഞാൻ പോകത്തില്ലായിരിക്കാം, പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കാണണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാ. ഫസ്റ്റ് ഡേ കഴിയുമ്പോഴത്തേക്ക് റിവ്യൂസ് വരും, ആൾക്കാർ അതിനകത്ത് സസ്പെൻസ് പൊളിക്കും, പിന്നെ എനിക്കത് കാണാൻ അത് പൊളിച്ചല്ലോ എന്നൊരു തോന്നൽ വരും. അപ്പം അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളത്. അപ്പം ഞാൻ മിക്ക പടങ്ങളും ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്, എനിക്ക് നിർബന്ധമാണ്. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് വന്ന സമയത്ത് മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന ജയറാം നായകനാകുന്നൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് ആണല്ലോ വരുന്നത്. അപ്പം ആ സിനിമ മുമ്പിലേക്ക് വന്നപ്പോൾ ഇത് ചെയ്യാമെന്ന് ശീതളിനെ എക്സൈറ്റ് ചെയ്യിച്ച കാര്യങ്ങൾ എന്താണ്? എനിക്ക് എന്നെ ആക്ച്വലി പ്രിൻസ് ആണ്, നമ്മുടെ അനുഗ്രഹീതൻ ആന്റണിയുടെ ഡയറക്ടർ പ്രിൻസ് ആണ് ഇതിൻ്റെ അസോസിയേറ്റോട് വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രിൻസ് ആണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇത്ര അയച്ചിട്ടുള്ളൂ. ഞാനിങ്ങനെ ഇതാരത് നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് എടുത്ത് നോക്കിയപ്പോൾ ഓ അനുഗ്രഹീതൻ ആന്റണിയുടെ ഡയറക്ടറാണ് അത് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ നമ്പർ അയച്ചു കൊടുത്തു. പിന്നെയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഓസ്ലറിലെ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ചേരാൻ വേണ്ട പടാതെ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ഹാപ്പി ആയി. പിന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ആ സിനിമ, കാരണം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ജയ ജയ കഴിഞ്ഞ് 1 year കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓസ്ലർ കിട്ടുന്നത്. അപ്പോൾ കാരണം ജയ കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറയുമായിരുന്നു ശീതളിന് കുറേ സിനിമകൾ കിട്ടും, ഇനി പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഗ്യാപ്പ് വന്നു. 1 yearന് ശേഷമാണ് എനിക്ക് പിന്നെ ഒരു സിനിമ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കും ശരിക്കും വേറൊന്നും ചെയ്തില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ഓസ്ലർ വന്നപ്പോൾ എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. നല്ലൊരു കാസ്റ്റിൻ്റെ കൂടെയാണ്. ആൻഡ് എനിക്ക് ആ ടീം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓസ്ലറിൻ്റെ ടീം ഭയങ്കര രസമുള്ളൊരു ടീമാണ്. വിധു ചേട്ടൻ, പ്രിൻസ്, രജി ചേട്ടൻ, ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ ഈവൻ സ്ക്രീനിലുള്ള ദർശന, ഹരി, ഇവരൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു റാപ്പോ എനിക്ക് എല്ലാവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ ഈ ജയറാമേട്ടൻ സിനിമ സെറ്റിലെ ആളുകളെ കൂടുതൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഓസ്ലറിന്റെ സെറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ജയറാമേട്ടൻ്റെ കൂടെയുള്ള സീൻ എന്ന് വെച്ചാൽ ജയറാമേട്ടൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സീൻ മാത്രമാണ്, എന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന സീൻ മാത്രമാണ് ജയറാമേട്ടൻ്റെ കൂടെയുള്ളത്. അപ്പം ജയറാമേട്ടൻ, സെന്തിലേട്ടൻ, ആര്യ ചേച്ചി, ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളത്. അപ്പം ജയറാമേട്ടൻ അവിടെ നിന്ന് ഓരോ സീൻസ് മിമിക്രി ചെയ്യുന്നത് ഓൾറെഡി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അകത്ത്. അപ്പം ജയറാമേട്ടൻ അവിടെ നിന്ന് ഓരോ സീനുകൾ മറ്റേ സൗണ്ടൊക്കെ മാറ്റി പറയുക. അപ്പം അതൊക്കെ ഓൾറെഡി അവിടെ സെറ്റിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് കണ്ടിരുന്ന് ചിരിക്കും, എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുക. സെന്തിലേട്ടനും കൂടെ കൂടും. അതെനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ആകെ ആ ഒരു സീനിലാണ് ഞാൻ പേഴ്സണലി കൂടെ നിന്ന് കണ്ടിട്ടുള്ളൂ.
ഓഫ് ദ സ്ക്രീൻ സംസാരിച്ചിരുന്നോ ഓ അദ്ദേഹത്തോട്? യെസ് ഞാൻ അങ്ങോട്ട് തന്നെ പോയിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇതിനകത്ത് ചെറിയ സീൻ ചെയ്യുന്നുണ്ട്, ശീതൾ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏത് സിനിമ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ജയ ജയ ആ നമ്മുടെ ബേസിലിൻ്റെ. ഞാൻ പറഞ്ഞു അത് തന്നെ കറക്റ്റ്. ഇപ്പോൾ ജയ ജയ ഹേ കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ശീതളിന് ഇനി ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എന്നിട്ടും ഈ ഒരു വർഷത്തോളം ഒരു ഗ്യാപ്പ് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ടഫ് ആയിട്ടുള്ള പരിപാടിയായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കൊരു മടുപ്പ് തോന്നാം, അല്ലെങ്കിൽ ആ ഒരു തൊഴിലിനോടൊരു വിരക്തി ഉണ്ടായേക്കാം. അപ്പം ആ ഒരു സാഹചര്യത്തിലും അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള പേഷ്യൻസ് എങ്ങനെയാണ് ഉണ്ടായത്? ആ ഒരു ആർജവം എവിടെ നിന്ന് കിട്ടിയത്? അത് എനിക്കറിയില്ല. കാരണം ഞാൻ പലപ്പോഴും ഇത് വിട്ടാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് ഇത് ഉപേക്ഷിച്ചാലോ എന്നുള്ള എന്ന് വെച്ചാൽ നമുക്ക് പടങ്ങൾ വരുന്നില്ല, നമ്മൾ ഒത്തിരി ചോദിക്കുന്നുണ്ട്, ഞാൻ ഓഡിഷൻ കോൾസ് കാണുമ്പോൾ അയക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഒന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു 6, 7, 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കങ്ങ് മടുത്തു. കാരണം നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഇൻകം വരുന്നില്ല, ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആകുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കൂടുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എന്തേലും ആവട്ടെ, ഞാൻ ജോലിക്ക് പോയി തുടങ്ങാം, എന്നിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് മൈൻഡ് ഔട്ടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ജോലി തപ്പാൻ തുടങ്ങും. ഞാൻ ജോലി തപ്പി തുടങ്ങുന്നതിന് നെക്സ്റ്റ് ഡേ എനിക്ക് അടുത്ത പടത്തിൻ്റെ കോൾ വരും. അതെന്താണെന്നറിയില്ല, ദൈവം ഇങ്ങനെ എനിക്ക് ഈ സിഗ്നൽ തരുതാൻ തോന്നുന്നു, പോലെ ഇവിടെ നിൽക്ക് എന്ന് പറയുന്ന പോലെ ഒരു സാധനമാണ് എനിക്ക്. അപ്പോൾ അതെനിക്ക് ലൈഫിൽ ഒത്തിരി പ്രാവശ്യം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ജോലി നോക്കാമെന്ന് വിചാരിച്ച സമയത്താണ് എനിക്ക് ഹോസ്റ്റലറിൻ്റെ കോൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ വാഴയൊന്നും കുഴപ്പമില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞത് ചെയ്തത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓഗസ്റ്റിലെങ്ങാണ്ടാണ് പാതിരാത്രി എന്ന് പറഞ്ഞിട്ട് രതീന മാമിൻ്റെ ഒരു പടം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ മാർച്ചായി, ഇത്രയും നാളായിട്ട് ഒരു വർക്ക് പോലും വന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഈ പറയുന്ന പോലെ ഇത് പാർട്ട് ടൈം എങ്കിലും ഒരു ജോലി നോക്കിയാലോ. കാരണം നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസ് കുറച്ചുകൂടെ കിട്ടും. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും, നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് അടിക്കും. അപ്പം ഞാൻ ഫെബൊക്കെ ആയപ്പോഴത്തേക്കും എന്നാൽ എന്തെങ്കിലും നോക്കി തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ആ മാസം എനിക്ക് 2 ആഡ് വന്നു. ബാക്കി ദിവസങ്ങളൊന്നുമില്ല, പക്ഷെ ആ മാസം എനിക്ക് 2 ആഡ് വന്നു. അപ്പം ഞാൻ പിന്നെയും ഓക്കെ കുഴപ്പമില്ല, പോകണ്ട, ഇവിടെ നിൽക്കാം എന്ന് വിചാരിച്ചിരിക്കും. അപ്പം ഐ ബിലീവ് ദറ്റ് അത് ഗോഡ് സിഗ്നൽ ആണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. പോകണ്ട, സിനിമ വിട്ട് പോകണ്ട എന്നൊരു ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, പേഷ്യൻസ് കിട്ടുന്നതല്ല, അത് തന്നെ ഉണ്ടായി പോകുന്നതാണ്, എനിക്കറിയില്ല. അതുപോലെ ഈ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് വെബ് സീരീസുകളും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും ആഡ്സൊക്കെ ചെയ്ത് ഇന്ന് സിനിമയിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും കാലത്തെ ജേർണി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ശീതളിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ബ്ലെസ്ഡ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ. എന്ന് വെച്ചാൽ എല്ലാവരും എത്തിപ്പെടാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. എത്തിപ്പെട്ടാലും സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, എല്ലാവരും നോട്ടീസ് ചെയ്യുന്നു, എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പോൾ വാഴയിലൊക്കെ ഞാനൊരു ഒറ്റ സീനാണ്, ടീച്ചറിൻ്റെ സീനാണ്, പക്ഷെ എന്നോട് ആൾക്കാർ വന്നിട്ട് വാഴയിലെ ടീച്ചറല്ലേ അത് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടും. ശരിക്കും ആ ഒരു സീൻ ഓർത്തിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മളെ ആ ഒരു ചെറിയ സീനിലാണെങ്കിൽ ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം. അതെനിക്കറിയില്ല എത്രത്തോളം അത് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പം ഇത്രയും നാളും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കിലും ഞാൻ സങ്കടപ്പെടുന്നില്ല. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ബിലീവ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ആ ഒരു വേർഡിങ്സിൽ ഞാൻ 500% വിശ്വസിക്കുന്ന ഒരാളാണ്. യെസ്, അത് എനിക്ക് ലൈഫിൽ എന്ത് ബാഡ് സംഭവം സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കാറുണ്ട് ഇറ്റ് ഹാപ്പൻഡ് ഫോർ എ റീസൺ. സെറ്റാവും, ലൈഫ് സെറ്റാവും, കണ്ടോ. അതെ, ആ ഒരു സമയം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം അഭിലാഷം റിലീസ് ആവാൻ പോവാണ്, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? 29th മാർച്ച് പോയി കാണണം. എല്ലാവരും 27th എമ്പുരാൻ കണ്ടോളൂ, പക്ഷേ 29th അഭിലാഷം നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വേണ്ട, സെക്കൻഡ് പ്രിഫറൻസ് തന്നാൽ മതി. എല്ലാവരും അഭിലാഷവും പോയി കാണണം. ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയാൻ പറ്റിയൊരു സിനിമയാണ്. ഇഷ്ടപ്പെടും.
ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഭയങ്കര രസമാണ് ശീതളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ശീതൾ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ, അതിലൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ ശീതളിന് കഴിയട്ടെ. ഓൾ ദി വെരി താങ്ക് യു ബെസ്റ്റ്. സോ മച്ച്. താങ്ക് യു അരവിന്ദ്, എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു.